കഅബ് ബിൻ ഉജ്റത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞല്ലോ, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, എനിക്ക് തങ്ങളോട് വലിയ ഇഷ്ടമാണ്. കഅബ് പറയണത് കറക്റ്റ് തന്നെയല്ലേ? അതെ. എങ്കിൽ ദുനിയാവ് ഇല്ലാതാവും കേട്ടോ. കണ്ടോ, സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിന് എന്താ നബി തങ്ങൾ കൊടുത്തത്? സഹാബത്തിന്റെ ഹൃദയത്തിന് എന്താ തങ്ങൾ കൊടുത്തത്? ഫാത്തിമ ബീവി എന്ന മകൾ വന്നിട്ട്, കൈ നോക്കൂ നബിയെ, എന്റെ കൈ പൊട്ടിയിട്ടുണ്ട്, അടുക്കളപ്പണിയിൽ എൻഗേജ് ആയിട്ട് എന്റെ കൈ ഇതാ പൊട്ടിയിട്ടുണ്ട്, വീട്ടു ജോലിക്ക് സഹായത്തിന് ഒരു അടിമയെ തരാവോ എന്ന ചോദ്യത്തിന് എന്താ ഉപ്പ കൊടുത്തത്? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ. മോൾ ഉറങ്ങാൻ നേരത്ത് ചൊല്ലിക്കോളി, അതാ നല്ലത്. എന്താ അടിമകളെ കൊടുക്കാൻ തങ്ങൾക്ക് കഴിവില്ലേ? ഉണ്ട്. ഇല്ലേ? ഉണ്ട്. അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കോടീശ്വരന്മാരായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും ലക്ഷപ്രഭുക്കളായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും വലിയ പണക്കാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒക്കെ അനുയായികളായി ചുറ്റുവട്ടത്തുണ്ടാവുമ്പോ നബി തങ്ങൾ എങ്ങനെ കല്ല് വെച്ച് കെട്ടി നടക്കാൻ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്? തൊട്ടപ്പുറത്തല്ലേ സ്വഹാബത്തിന്റെ വീട്? അല്ലെങ്കിൽ ഡെയിലി അവര് പള്ളിയിൽ നിന്ന് കാണൂലേ? ആ വിശപ്പ് ഉള്ള നേതാവിനെ അവർക്കത് സഹിക്കോ? അതെങ്ങനെ ഉണ്ടായത്? അതാ ഇമാമികൾ വിശദീകരിക്കുന്നു, തന്റെ കഷ്ടപ്പാട് ആരെ അറിയിക്കലല്ല തങ്ങളെ പരിപാടി.